വിവിയൻ റിച്ചാർഡ്സ്, ക്ലൈവ് ലോയിഡ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ വെറും പേരുകളല്ല ഇവ. ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വിറപ്പിച്ച കരീബിയൻ സാമ്രാജ്യത്തിന്റെ പടയാളികളായിരുന്നു. വിവിയൻ റിച്ചാർഡ്സ് ഹെൽമറ്റ് പോലും ഇല്ലാതെ ഗ്രീസിലേക്ക് നടന്നു വരുമ്പോൾ ബൗളർമാരാണ് ഭയന്നിരുന്നത്. ക്ലൈവ് ലോയിഡ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ എതിരാളികൾക്ക് പ്രതീക്ഷയ്ക്ക് പോലും വകയുണ്ടായിരുന്നില്ല. അത്രത്തോളം ഭീകരമായിരുന്നു ആ സംഘം. 1975 ലോക ചാമ്പ്യന്മാർ, 79 വീണ്ടും ചാമ്പ്യന്മാർ. അക്കാലത്ത് ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. പക്ഷേ അതേ വെസ്റ്റ് ഇൻഡീസ് ഇന്ന് ഏകദിന ലോകകപ്പിൽ നേരിട്ട് കളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ടീമാണ്. അഫ്ഗാനിസ്ഥാൻ 2027 ലോകകപ്പിലേക്ക് നേരിട്ടുള്ള യോഗ്യത ഉറപ്പിച്ചതോടെ വെസ്റ്റ് ഇൻഡീസിന്റെ വഴി കൂടുതൽ കഠിനമായി. യോഗ്യതാ മത്സരങ്ങൾ കടന്നാൽ മാത്രം ഇനി ലോകകപ്പ് ടിക്കറ്റ്. തുടർച്ചയായ 3-ാം ലോകകപ്പിലാണ് പഴയ ക്രിക്കറ്റ് രാജാക്കന്മാർക്ക് നേരിട്ടുള്ള പ്രവേശനം നഷ്ടമാകുന്നത്. ഒരു കാലത്ത് എതിരാളികൾ ഭയത്തോടെ മാത്രം കണ്ടിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ക്രിക്കറ്റിലെ കരീബിയൻ ആധിപത്യത്തിന് ആദ്യത്തെ വലിയ ആഘാതങ്ങളിലൊന്ന് നൽകിയത് നമ്മുടെ കപിലും സംഘവുമാണ്. 1983 ലോകകപ്പ് ഫൈനൽ. ഹാട്രിക് കിരീടം ഏതാണ്ട് ഉറപ്പിച്ചെത്തിയ വെസ്റ്റ് ഇൻഡീസിനന്ന് ഇന്ത്യക്ക് മുന്നിൽ അടിപതറി. തോൽപ്പിക്കാനാകാത്തവരെല്ലാ വെസ്റ്റ് ഇൻഡീസ് എന്ന് ഇന്ത്യ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു മത്സരമായിരുന്നു അത്. പിന്നീട് ഇങ്ങോട്ട് ക്രിക്കറ്റിലെ ആ കരീബിയൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ പതിയെ ഇളകാൻ തുടങ്ങി. ബ്രയാൻ ലാറ, ശിവനരൈൻ ചന്ദ്രബോൾ, കോട്നി വാൽഷ്, കട്ട്ലി ആംബ്രോസ്, ഇതിഹാസ താരങ്ങൾ പലരും പിന്നെയും കരീബിയൻ ക്രിക്കറ്റിൽ വന്നുപോയി. അവിസ്മരണീയ പ്രകടനങ്ങളും ഉണ്ടായി. പക്ഷേ പഴയതുപോലെ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ടീമായി അവർക്ക് മാറാനായതേയില്ല. ആദ്യ 2 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ, 3-ാം ലോകകപ്പിൽ റണ്ണേഴ്സപ്പായ വിൻഡീസ് 87-ലും 92-ലും ഗ്രൂപ്പ് സ്റ്റേജിനപ്പുറം പോയില്ല. 96 ലോകകപ്പിൽ സെമി വരെ എത്തിയെങ്കിലും ആ ടീമിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അതൊന്നും മതിയായിരുന്നില്ല. 99-ലും 2003-ലും വീണ്ടും ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണു. 2007-ൽ സൂപ്പർ 8 വരെ മാത്രം. 2011-ലും 15-ലും ക്വാർട്ടർ ഫൈനലിലും പോരാട്ടം അവസാനിച്ചു. 2019-ലെ ഏകദിന ലോകകപ്പിലേക്ക് എത്താൻ വിൻഡീസിന് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ കളിക്കേണ്ടി വന്നു. 2023-ൽ ആ ദുരന്തം പൂർണ്ണമായി. നെതർലാൻഡ്സിനോടും സ്കോട്ട്ലാൻഡിനോടും തോറ്റ് ചരിത്രത്തിലാദ്യമായി വിൻഡീസിന് ഏകദിന ലോകകപ്പിൽ ഇടം പിടിക്കാനായില്ല. ഇപ്പോൾ 2027 ലോകകപ്പിലും സ്ഥിതി ആശാവഹമല്ല. യോഗ്യതാ റൗണ്ടിൽ ജീവൻ മരണ പോരാട്ടം പുറത്തെടുത്തില്ലെങ്കിൽ മറ്റൊരു ലോകകപ്പ് കൂടി കരീബിയൻ താരങ്ങൾ പുറത്തിരുന്ന് കാണേണ്ടി വരും. കേവലം 1-2 മോശം മത്സരങ്ങൾ കൊണ്ടുണ്ടായ തകർച്ചയല്ല ഇത്. വർഷങ്ങളായി വിൻഡീസ് ടീമിനുള്ളിൽ വളർന്നു വരുന്ന പ്രശ്നങ്ങളുടെ ആകെ ഫലമാണിത്. ഒന്നാമത്തെ പ്രശ്നം വെസ്റ്റ് ഇൻഡീസ് ഒരു രാജ്യമല്ല എന്നുള്ളതാണ്. ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ഒരൊറ്റ ദേശീയ ക്രിക്കറ്റ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിന് അങ്ങനെയല്ല. ജമൈക്ക, ബാർബഡോസ്, ഗയാന തുടങ്ങി പല സ്വതന്ത്ര ദ്വീപ് രാഷ്ട്രങ്ങളും പ്രദേശങ്ങളും അടങ്ങിയ ദ്വീപ് കൂട്ടായ്മയാണ് വെസ്റ്റ് ഇൻഡീസ്. ഓരോ ദ്വീപിനും സ്വന്തം ക്രിക്കറ്റ് പാരമ്പര്യം, സ്വന്തം ഭരണ സംവിധാനം, സ്വന്തം താൽപ്പര്യങ്ങൾ. ആരെയാണ് ടീമിലെടുക്കേണ്ടത് എന്നതു മുതൽ മത്സരങ്ങൾ എവിടെ നടത്തണമെന്നതുവരെ പല വിഷയങ്ങളിലും തർക്കങ്ങൾ. ദേശീയ തലത്തിലെ ഒരൊറ്റ ലക്ഷ്യത്തിനു പകരം പ്രാദേശിക താൽപ്പര്യങ്ങൾ മേൽക്കൈ നേടിയപ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വന്നത് വിൻഡീസ് ടീമിനായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം പണം. ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൻഡീസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ വരുമാനം വളരെ കുറവാണ്. ദേശീയ ടീമിനായി കളിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം IPL ഉൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസി ലീഗുകളിൽ നിന്ന് താരങ്ങൾക്ക് ലഭിക്കും. ഒരു വശത്ത് രാജ്യാന്തര ക്രിക്കറ്റ്, മറുവശത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഫ്രാഞ്ചൈസി ലീഗുകൾ. പല താരങ്ങളും ലീഗ് ക്രിക്കറ്റിന് മുൻഗണന നൽകിയതിൽ അത്ഭുതമില്ല. മൂന്നാമത്തെ പ്രശ്നം ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമാണ്. സ്കൂൾ, കോളേജ് ക്രിക്കറ്റ് പഴയതുപോലെ ശക്തമല്ല. ആഭ്യന്തര മത്സരങ്ങളുടെ നിലവാരവും മത്സരക്ഷമതയും കുറഞ്ഞു. മികച്ച പരിശീലകർ, അക്കാദമികൾ, പിച്ചുകൾ, ഫിറ്റ്നസ് സംവിധാനങ്ങൾ എല്ലായിടത്തും പരിമിതികളുണ്ട്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും അപകടകാരിയായ പേസ് ബോളർമാരെ തുടർച്ചയായി സൃഷ്ടിച്ചിരുന്ന മണ്ണിൽ നിന്ന് ഇന്ന് അതേ നിലവാരത്തിലുള്ള താരങ്ങൾ ഉയർന്നു വരുന്നതേയില്ല. നാലാമത്തെ പ്രശ്നം T20 ക്രിക്കറ്റിൻ്റെ അമിത സ്വാധീനമാണ്. കരീബിയൻ താരങ്ങൾ ഇന്നും ലോകത്തിലെ ഫ്രാഞ്ചൈസി ലീഗുകളിലെ സൂപ്പർ സ്റ്റാറുകളാണ്. പവർ ഹിറ്റിംഗ് വേണോ? വിൻഡീസ് താരമുണ്ട്. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് വേണോ? വിൻഡീസ് താരമുണ്ട്. ഒരു ഓവറിൽ മത്സരം മാറ്റിമറിക്കണോ? അതിനും ശേഷിയുള്ള താരങ്ങളും അവർക്കുണ്ട്. പക്ഷേ ഏകദിനത്തിലും ടെസ്റ്റിലും അതുമാത്രം പോരാ. അവിടെ ക്ഷമ വേണം, സാങ്കേതിക മികവ് വേണം, സാഹചര്യം മനസ്സിലാക്കി ഇന്നിങ്സ് പടുത്തുയർത്തണം. 5 ദിവസവും പോരാടാനുള്ള ശാരീരിക മാനസിക കരുത്തു വേണം. T20 ശൈലിയിൽ ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാവുന്ന താരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനുണ്ട്. എന്നാൽ ഒരു ടീം എന്ന നിലയിൽ സ്ഥിരതയോടെ ജയിക്കാൻ അവർക്കാകുന്നില്ല. അവിടെയാണ് യഥാർത്ഥ പരാജയം. ഇതിനെല്ലാം പുറമെ വിൻഡീസ് ക്രിക്കറ്റ് ബോർഡ് കളിക്കാരോട് തുടർന്നു വരുന്ന മോശം സമീപനവും ടീമിന് വിനയായി. കളിക്കാരും ബോർഡും തമ്മിലുള്ള പ്രതിഫല തർക്കങ്ങൾ, കരാർ പ്രശ്നങ്ങളും പലതവണ പരസ്യമായി ഏറ്റുമുട്ടലിലേക്കും നീങ്ങി. ആ തർക്കങ്ങൾ കളിക്കളത്തിൽ താരങ്ങളുടെ പ്രകടനത്തെയും ടീമിൻ്റെ ഒത്തൊരുമയെയും ബാധിച്ചു.
എന്നാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ കഥ ഇതോടെ അവസാനിച്ചോ? ഒരിക്കലുമില്ല. നിലവിലെ തകർച്ച കൊണ്ട് മാത്രം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ പൂർണ്ണമായും എഴുതിത്തള്ളാനും സാധിക്കില്ല. 2012-ലും 2016-ലും T20 ലോകകപ്പ് നേടിയതും ഇടയ്ക്കിടെ ലോകോത്തര താരങ്ങൾ ഉയർന്നു വരുന്നതും കരീബിയൻ ദ്വീപുകളിൽ പ്രതിഭയ്ക്ക് ക്ഷാമമില്ലെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, പ്രശ്നം പ്രതിഭയുടേതല്ല, ആ പ്രതിഭകളെ ഒരുമിപ്പിച്ച് ഒരു ടീമായി മാറ്റുന്ന സംവിധാനത്തിൻ്റെതാണ്. ആഭ്യന്തര ക്രിക്കറ്റ് ശക്തിപ്പെടുത്തണം, യുവതാരങ്ങൾക്ക് മികച്ച പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണം, ദേശീയ ടീമിനായി കളിക്കുന്നത് സാമ്പത്തികമായി ആകർഷകമാക്കണം, ബോർഡും കളിക്കാരും തമ്മിലുള്ള വിശ്വാസം തിരിച്ചുപിടിക്കണം. എല്ലാത്തിനുമുപരി ദ്വീപുകളുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരൊറ്റ കരീബിയൻ ടീമായി ചിന്തിക്കണം. ഇതെല്ലാം സാധിച്ചാൽ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്താൻ വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.